മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മഹാലക്ഷ്മി ആണെങ്കിൽ മോഹിനിനെ കാണാനായിട്ട് വീട്ടിൽ വരുമ്പം ഈ പ്രതാപൻ്റെ അമ്മയാണെങ്കിൽ വളരെ മോശമായി തന്നെ പെരുമാറുന്നുണ്ട്. ആ സമയത്ത് മോഹിനിക്ക് നല്ല ദേഷ്യം വന്നിട്ട് മോഹിനി പറയുന്നുണ്ട്, അമ്മ ആവശ്യമില്ലാതെ എൻ്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്തണ്ട, എൻ്റെ മോളൊരു തെറ്റും ചെയ്യില്ല എന്ന് പറയുമ്പോൾ തെറ്റ് ചെയ്യാഞ്ഞിട്ടാണ് കൂടി അവളിങ്ങനെ വന്ന് നിൽക്കുന്നത്. വീൽ ചെയറിൽ ഇരുന്ന ഒരുത്തനെ പഞ്ചിച്ചിട്ടല്ലേ അവളിപ്പം നടക്കുന്നത്. എന്തൊക്കെയായിരുന്നു മരുമോനെക്കുറിച്ചുള്ള നിൻ്റെ സംസാരങ്ങൾ? മരുമോനെ വിവാഹം കഴിച്ചത് പുണ്യാന്നൊക്കെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് ഇപ്പം എന്തേടി നിൻ്റെ മോളങ്ങനെ ചതിച്ചതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ മോഹിനിയാണെങ്കിൽ ദേഷ്യത്തോടു കൂടി എൻ്റെ മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം ഈ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്നാൽ ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് നീ പറയടി, നിനക്കറിയോ ഇനി, അതോ ഇനി അനന്തോ എങ്ങാനും ആണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. പിന്നീട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോവാം അമ്മേ, അമ്മയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നുമ്പം അമ്മ അനന്തവേട്ടൻ്റെ വീട്ടിലേക്ക് വാ, അല്ലെങ്കിൽ അമ്പലത്തിൽ പോവില്ലേ, അപ്പോൾ വിളിച്ചാൽ മതി, ഞാൻ അമ്പലത്തിൽ വന്ന അമ്മയെ കണ്ടോളാം. എന്നിട്ട് മോഹിനി പറയുന്നുണ്ട്, എന്തൊക്കെയാണ് ആളുകൾ മോളെക്കുറിച്ച് പറയുന്നത്, മോളൊരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ട് എല്ലാവരും കൂടി മോളെ ക്രൂശിക്കുമല്ലേ എന്ന് ചോദിക്കുമ്പം ഈ മഹാലക്ഷ്മി പറയുന്നുണ്ട്, അമ്മ ആരെങ്കിലും എന്തെങ്കിലും പറയണേ കേൾക്കുമ്പം ദേഷ്യം കൊണ്ട് സത്യങ്ങൾ വിളിച്ച് പറയരുത്, അത് എത്രത്തോളം അപകടമാണെന്ന് അമ്മയ്ക്ക് അറിയാലോ, സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവരൊരിക്കലും ഈ കുഞ്ഞ് ഭൂമിയിൽ ജനിക്കാൻ അനുവദിക്കില്ല, ഞങ്ങളുടെ ചുറ്റും ശത്രുക്കളല്ലേ, അതുകൊണ്ട് തന്നെ ഈ കുഞ്ഞ് ജനിക്കണ വരെ നമ്മളിതെല്ലാം സഹിച്ചേ പറ്റൂ അമ്മേ, എന്തായാലും കണ്ണേട്ടൻ എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ടെൻഷനൊന്നുമില്ല, ഒരു കാരണവശാലും ഇവിടെ ഉള്ളവർ കണ്ണേട്ടൻ എഴുന്നേറ്റ് നടന്നതോ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ കണ്ണേട്ടനാണെന്നോ അറിയരുത്, അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും ഈ കുഞ്ഞിനെ നശിപ്പിക്കും, അതുപോലെ കണ്ണേട്ടനെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്ന്. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, മോള് പറഞ്ഞത് നേരാ, ഇവിടെ ഉണ്ണി വന്നപ്പോൾ ഉണ്ണിയുടെ മുഖത്ത് എന്തൊരു സന്തോഷമായിരുന്നു, മോൾ ആ കുടുംബത്തിൽ നിന്ന് പോയതും ഇനി കണ്ണൻ്റെ സ്വത്തുക്കളെല്ലാം ഉണ്ണിക്ക് കിട്ടുമല്ലോ എന്നുള്ള സന്തോഷം, അതുപോലെ തന്നെ നിൻ്റെ അനുജത്തി അതെ, മോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി എന്ന് കേട്ടപ്പോൾ തന്നെ ഇവിടുന്ന് ഇറങ്ങി തുള്ളിച്ചാടിയാണ് പോയത്, ഭയങ്കര സന്തോഷത്തിൽ, എന്തായാലും ഞാൻ കാരണം കരുണയ്ക്കും ഉണ്ണിക്കും നല്ലൊരു ജീവിതം കിട്ടിയല്ലോ, അത് മതി അമ്മേ, എന്നാൽ ഞാൻ പോട്ടെ അമ്മയെന്നും പറഞ്ഞുകൊണ്ട് മഹാലക്ഷ്മി യാത്ര പറഞ്ഞു പോകുന്നുണ്ട്. മഹാലക്ഷ്മി പോയതും മോഹിനി അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ പ്രതാപൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തേടി നീ മോളുടെ കൂടെ പോവാതെ ഇങ്ങോട്ട് തിരിച്ചു വന്നേ, നിനക്കും പോയിക്കോളാൻ പാടില്ലായിരുന്നോ, നിന്നെ കൂട്ട് തന്നെ അഴിഞ്ഞാടി നടക്കണവളാണ് നിൻ്റെ മോള്, അതുകൊണ്ടല്ലേ ഒരു ഉളുപ്പുമില്ലാതെ അവൾ ഇവിടെ വന്ന് നിൽക്കുന്നത്, അല്ലെങ്കിൽ അവൾ ഇങ്ങോട്ട് കയറി വരുമോ. ആ സമയത്ത് മോഹിനി പറയുന്നുണ്ട്, അതെന്തിനാ എൻ്റെ മോള് നാണം കിടണേ, എൻ്റെ മോളൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, എന്തായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾക്കും അത് മനസ്സിലാവുമെന്ന്. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മ എന്ത് മനസ്സിലാവും എന്നാണ് ഈ പറയണേ, ഇനിയിപ്പോൾ കുറച്ച് നാൾ കഴിയാനൊന്നുമില്ല നിങ്ങളുടെ മോക്കടെ സ്വഭാവം മനസ്സിലാക്കാൻ, എന്തായാലും ഇപ്പോൾ തന്നെ അത് എല്ലാവർക്കും മനസ്സിലായി, ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒന്നും പ്രത്യേകിച്ച് മനസ്സിലാവാനില്ല എന്ന് പറയുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ അമ്മയ്ക്ക് മനസ്സിലാവും, അപ്പോൾ അമ്മ ഇതൊക്കെ മാറ്റി പറയാതിരുന്നാൽ മതിയെന്ന്. അത് കേട്ടതും ഈ പ്രതാപൻ്റെ അമ്മയ്ക്കൊരു സംശയം തോന്നുന്നുണ്ട്, ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ഇവൾക്ക് എന്താ ഒരു കൂസലും ഇല്ലാത്ത, ഇവളുടെ മോളെ എപ്പോഴും സപ്പോർട്ട് ചെയ്ത് തന്നെയാലോ നിൽക്കണേ, അതുമാത്രമല്ല മോളെ കമലേശ്വരത്തു നിന്നും ഇറക്കി വിട്ടു എന്ന് അറിഞ്ഞിട്ടും ഇവൾക്ക് ഒരു വിഷമമില്ലല്ലോ, ഇനിയിപ്പോൾ ഇതിൽ വേറെ എന്തെങ്കിലും കളികളുണ്ടാവുമോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുന്നുണ്ട്. പിന്നീട് അവർ തന്നെ സ്വയം ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇനിയിപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ മോൾക്ക് തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാൻ പറ്റില്ലാത്തത് കൊണ്ടായിരിക്കും ഇവളിപ്പോൾ ഇങ്ങനെയൊക്കെ പറയണേന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ സ്വാതിയാണെങ്കിൽ കണ്ണന് ജ്യൂസൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് കണ്ണനോട് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ കണ്ണേട്ടൻ തോമസ് ഡോക്ടറുടെ അടുത്തേക്ക് ചികിത്സയ്ക്ക് പോകുമ്പം കൂടെ ഞാൻ വരാം, ഇപ്പോൾ മഹാലക്ഷ്മി ഇല്ലല്ലോ, അന്നേ എൻ്റെ ഏട്ടൻ പറഞ്ഞതല്ലേ മഹാലക്ഷ്മിയെ വിശ്വസിക്കരുതെന്ന്, അന്ന് കണ്ണേട്ടൻ അവരുടെ വാക്ക് കേട്ട് എൻ്റെ ഏട്ടനെയല്ലേ സംശയിച്ചേ, ഇപ്പം എങ്ങനെയുണ്ട് അവരുടെ തനി സ്വഭാവം കണ്ണേട്ടന് മനസ്സിലായില്ലേന്ന്. ആ സമയത്ത് കണ്ണൻ മനസ്സിൽ പറയുന്നുണ്ട്, ഉവാടി എനിക്കെല്ലാവരുടെയും തനി സ്വഭാവം മനസ്സിലായി തുടങ്ങി, ഇപ്പോൾ കുറച്ചും കൂടിയും കൂടുതലായിട്ട് മനസ്സിലാവുന്നുണ്ട് നിൻ്റെയും നിൻ്റെ അപ്പച്ചിയുടെയും എല്ലാവരുടെയും സ്വഭാവം, എന്തായാലും ഇതെവിടം വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന്. പിന്നീട് സ്വാതി ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടൻ എന്താ ആലോചിച്ചിരിക്കണേ, അവൾ ചതിച്ചതിനെക്കുറിച്ചാണ് ആലോചിക്കണേന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, എന്തായാലും നീ താഴേക്ക് ചെല്ലുന്ന. ആ സമയത്ത് സ്വാതിക്ക് കണ്ണൻ്റെ സംസാരം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്, കണ്ണേട്ടൻ്റെ മനസ്സ് മാറി തുടങ്ങിയെന്ന് തന്നെയാണ് അവൾ വിശ്വസിക്കുന്നത്. എന്നാൽ ഞാൻ താഴേക്ക് ചെല്ലട്ടെ കണ്ണേട്ടന് വേണ്ട ഫുഡൊക്കെ റെഡിയാക്കണം, ഇനിയിപ്പോൾ എന്തായാലും അപ്പച്ചി മാത്രമല്ലേ ഉള്ളൂ ഇവിടെ ഫുഡ് ഉണ്ടാക്കാൻ, ഞാനും കൂടി അപ്പച്ചിയെ ഹെൽപ്പ് ചെയ്ത് കണ്ണേട്ടന് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് താഴേക്ക് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ
സ്വാതി താഴേക്ക് ചെന്നതും കരുണ വന്നിട്ട് പറയുന്നുണ്ട്, എന്തായാലും സ്വാതി കൊണ്ടുപോയി കൊടുത്ത ജ്യൂസൊക്കെ കണ്ണേട്ടൻ കുടിച്ചല്ലോ, അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ആ ലക്ഷ്മിയോട് കണ്ണേട്ടന് ഇപ്പം എത്രത്തോളം ദേഷ്യമുണ്ടെന്ന്. എന്തായാലും നമുക്ക് കണ്ണേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ തന്നെ ഇന്ന് ഉണ്ടാക്കി കൊടുക്കണം, അതിന് നിങ്ങളെല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ദുർഗ പറയുമ്പോൾ സ്വാതി പറയുന്നുണ്ട്, അതിനെന്താ അപ്പച്ചി, ഞാൻ സഹായിക്കാം, പിന്നെ കരുണേടത്തെയും സഹായിക്കുമെന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ചേർന്ന് കണ്ണന് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മളുടെ മഹാലക്ഷ്മി ആണെങ്കിൽ അനന്തുവിൻ്റെ വീട്ടിലോട്ട് തിരിച്ചു ചെല്ലുന്നുണ്ട്. മഹാലക്ഷ്മിയുടെ മുഖമൊക്കെ ഇങ്ങനെ വാടിയിരിക്കണം കാണുമ്പം ലേഖ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി മഹി, വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്ന് ചോദിക്കുമ്പം വീട്ടിൽ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടായില്ല, പിന്നെ മുത്തശ്ശിയുടെ സ്വഭാവം അറിയാലോ, മുത്തശ്ശി എന്നെ കണ്ടതും ഒരുപാട് അനാവശ്യമൊക്കെ പറഞ്ഞു, എന്നിട്ട് നീ തിരിച്ചൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തിരിച്ചെന്ത് പറയാനാ ലേഹ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവർക്ക് സംശയമാവൂലേ, അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെടാണ്ട് അമ്മയും മുത്തശ്ശിയോട് ദേഷ്യപ്പെട്ടു, അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അബദ്ധത്തിൽ പോലും നടന്ന കാര്യങ്ങളൊന്നും മുത്തശ്ശി ആരും അറിയരുത് കേട്ടോ എന്ന്. എന്തായാലും അവരറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കുഞ്ഞ് പിന്നെ ഈ ഭൂമിയിൽ ജനിക്കില്ല, അതുകൊണ്ട് തന്നെ ഇത് തൽക്കാലം എല്ലാവരിൽ നിന്നും മറച്ചു വയ്ക്കാനേ പറ്റുള്ളൂ. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, എന്നാലും മഹി നീ എന്തിനാ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് പോയേ, നീ പറഞ്ഞെങ്കിൽ അനന്തവേട്ടൻ പോയി അമ്മയെ വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരൂലായിരുന്നോ, ഇവിടെ വന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടം പോലെ സമയം ഒരുമിച്ചിരുന്ന് സംസാരിക്കായിരുന്നല്ലോ എന്ന്. ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇനി എന്തായാലും ഞാൻ അമ്മയെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്നെ കാണണമെന്ന് തോന്നുമ്പോൾ അനന്തവേട്ടൻ്റെ വീട്ടിലേക്ക് വന്നാൽ മതിയെന്ന്. എന്തായാലും ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും മുന്നിൽ എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ അനന്തവേട്ടനെ എല്ലാവരും സംശയിക്കണേന്ന്. ആ സമയത്ത് ലേഖ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല മഹി, സത്യം എന്താണെന്ന് എനിക്കും നിനക്കും എല്ലാവർക്കും അറിയാം, പിന്നെ നമ്മളുടെ ശത്രുക്കൾക്ക് മാത്രമല്ലേ സത്യം അറിയാത്തതുള്ളൂ, അവരങ്ങനെയൊക്കെ തന്നെ വിശ്വസിച്ചോട്ടെ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണൻ റൂമിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് മേഘനാഥൻ കണ്ണൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് മേഘനെ കണ്ടതും എന്താണ് മേഘ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞാൻ നിന്നോടൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത്, എത്രയും പെട്ടെന്ന് ആ മഹാലക്ഷ്മിയുടെ പേരിൽ നീ എഴുതി കൊടുത്തിരിക്കുന്ന സ്വത്തുക്കളെല്ലാം തിരികെ വാങ്ങണമെന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, അതൊന്നും നടക്കില്ലട മേഘ, അത് അവൾക്ക് ഞാൻ സ്വന്തമായിട്ട് കൊടുത്തേക്കുന്നത്, അതിന് എനിക്ക് തിരിച്ച് കിട്ടൂല, അതെങ്ങനെ ശരിയാവും കണ്ണ, നമ്മളുടെ സ്വത്തുക്കൾ അവൾ അനുഭവിക്കുന്നത് ശരിയാണോ എന്ന് ചോദിക്കുമ്പം, എന്തായാലും ഞാൻ അവളെ ഒരുപാട് വിശ്വസിച്ചു, അവൾ എന്നെ ചതിച്ചു, ഇനിയിപ്പോൾ ആ സ്വത്തുക്കൾ എനിക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചു കുഴപ്പമില്ല, കുറച്ച് കാലമെങ്കിലും എൻ്റെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ ജീവിച്ചവളല്ലേ, അതുകൊണ്ട് ആ സ്വത്തുക്കൾ അവളെടുത്തോട്ടെ. അത് കേട്ടതും മേഘനക്കാണെങ്കിൽ ആകെ ദേഷ്യം വന്നിട്ട്, നിനക്കെന്താ കണ്ണാ തലക്ക് വെളിവില്ലാണ്ടായോ, ആ സ്വത്തുക്കളൊക്കെ എന്തിനാ അവൾക്ക് കൊടുക്കണേ, അതും ഒരു വഴി വെളിച്ചവൾക്കെന്ന് പറയുമ്പം ഈ കണ്ണനക്കാണെങ്കിൽ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഭയങ്കര ദേഷ്യം വരുന്നുണ്ടെങ്കിലും കണ്ണൻ അതൊന്നും പുറമെ കാണിക്കുന്നില്ല. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോടാ, നീ സമാധാനപ്പെട്, അതിനുള്ള അവസരം വരുമ്പോൾ നമുക്കത് തിരിച്ച് മേടിക്കാമെന്ന്. എന്തായാലും ഞാനൊരു കാര്യം തീരുമാനിച്ചു കണ്ണ, അവളെ കൊന്നിട്ടാണെങ്കിലും ആ സ്വത്തുക്കൾ ഞാൻ തിരിച്ചു നേടുന്നു. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, നീ ഒന്ന് പോയേ, എനിക്ക് ഇങ്ങനത്തെ സംസാരമൊന്നും കേൾക്കാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ, ഇനി എന്നോട് ഇങ്ങനത്തെ സംസാരിച്ചുകൊണ്ടൊന്നും വരണ്ട, സമയമാകുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഞാൻ ചെയ്തോളാമെന്ന്. അങ്ങനെ മേഘനാഥൻ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ കണ്ണനെ ഊണ് കഴിക്കാൻ വിളിക്കാനായിട്ട് ദുർഗ ചെല്ലുന്നുണ്ട്. ആ സമയത്ത് കണ്ണൻ അമ്മയൊക്കെ കഴിച്ചോ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ, അതെന്തൊരു സംസാരമാടാ മോനെ, നീയും കൂടി വാ, എല്ലാവരും ഉണ്ട്, സ്വാതി നിനക്ക് ഇഷ്ടപ്പെട്ട കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേഗം വാന്നും പറഞ്ഞുകൊണ്ട് ഈ ദുർഗ കണ്ണനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഊണ് കഴിക്കാൻ ചെല്ലുമ്പം സ്വാതിയും കരുണയും ചേർന്ന് അവിടെ ഭക്ഷണമൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ദുർഗ കണ്ണനെ അവിടെ ഇരിക്കും മോനെന്നും പറഞ്ഞ് ഇരുത്തുന്നുണ്ട്. കണ്ണനിരുന്നതും ദുർഗയും കരുണയും കണ്ണൻ്റെ ഊണ് കഴിക്കാനിരിക്കുന്നുണ്ട്. ആ സമയത്ത് ദുർഗ സ്വാതിയോട് പറയുന്നുണ്ട്, മോളും ഇരിക്കുമെന്ന് പറയുമ്പോൾ, ഞാൻ പിന്നെ ഇരുന്നോളാം അപ്പച്ചി, എന്തായാലും ഞാൻ കണ്ണേട്ടന് ഇതെല്ലാം വിളമ്പി കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് കരുണ പറയുന്നുണ്ട്, ഇവിടെ കണ്ണേട്ടൻ്റെ ഇഷ്ടത്തിന് വെച്ച് വിളമ്പിക്കൊണ്ടിരുന്നവൾ കണ്ണേട്ടനെ ചതച്ചിട്ട് പോയല്ലോ, അതുകൊണ്ടിപ്പോൾ സ്വാതി എല്ലാം ഉണ്ടാക്കണം, സ്വാതി ഉണ്ടാക്കിയ കറികൾക്കൊക്കെ അപാര ടേസ്റ്റാണ്. ഈ സമയത്ത് കണ്ണൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇവളുണ്ടാക്കിയ കറികളൊന്നും ആരും കൂട്ടില്ല, ഒരു ടേസ്റ്റ് ഇല്ലാത്ത കറികൾ ഇവളുണ്ടാക്കണേ, അത് എനിക്കറിയാവുന്നതാണ്, പിന്നെ നീ അത് പ്രത്യേകിച്ച് എന്നെ ബോധിപ്പിക്കുകയൊന്നും വേണ്ടാന്ന് ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ കരുണയാണെങ്കിൽ ഓർക്കുന്നുണ്ട്, സ്വാതി വെറുതെ നോവലും വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഭക്ഷണം ഉണ്ടാക്കിയതൊക്കെ അമ്മയാണ്, പക്ഷേ തൽക്കാലം ഇത് സ്വാതിയെന്ന് മാത്രമേ ഇയാൾ അറിയാവുള്ളൂ, അങ്ങനെ ഇയാൾ സ്വാതിയെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ സ്വത്തുക്കളെല്ലാം ഞങ്ങൾക്ക് തന്നെ കിട്ടുമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അനന്തുവിനെയും കണ്ണനെയാണ്. അനന്തു ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, എങ്ങനെയുണ്ടടാ അവിടുത്തെ കാര്യങ്ങൾ, നിനക്ക് അവിടെ കഴിഞ്ഞു വിടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വീട്ടിലോട്ട് പോരേന്ന്. ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്നെ അവർ കൊല്ലാനോ ഒന്നിനും നോക്കില്ലടാ, കാരണം മഹാലക്ഷ്മി എന്നെ ഉപേക്ഷിച്ച് പോയല്ലോ, ഇനിയിപ്പോൾ എൻ്റെ സ്വത്തുക്കളെല്ലാം അവർക്ക് കിട്ടുമെന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് അവരെന്നെ ഒരു രീതിയിലും അപായപ്പെടുത്താൻ നോക്കൂല, ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. പിന്നെ തൽക്കാലം എൻ്റെ കുഞ്ഞാണ് മഹിയുടെ വയറ്റിലുള്ളതെന്ന് ആരും അറിയാതിരുന്നാൽ മതി,
മതി. അങ്ങനെ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ആ കുഞ്ഞിനെയും മഹിയെയും കൊല്ലാൻ അവർ നോക്കും. ആ കാര്യത്തിലൊരു സംശയമില്ല. സ്വന്തം മോൾക്ക് ഒരു കുഞ്ഞുണ്ടാവാൻ പോവാന്ന് പറഞ്ഞിട്ട് ആ കുഞ്ഞിനെ കൊല്ലാൻ നോക്കിയതാ അവളുടെ അമ്മ. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മഞ്ജുവിനെയാണ്. മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ ക്യാബിനിലിരിക്കുന്ന സമയത്ത് വീണ്ടും ഉണ്ണി ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. ഈ ഉണ്ണിയുടെ വരവ് കാണുമ്പോൾ മഞ്ജു പറയുന്നുണ്ട് എന്തോ കെണി വെക്കാനായിട്ട് വരുന്നതാണ്, ചിരി കണ്ടാൽ തന്നെ അറിയാം. അങ്ങനെ മഞ്ജു ഉണ്ണീനെ കണ്ടത് എന്താ ഉണ്ണിയേട്ടാന്ന് ചോദിക്കുമ്പം എടി മഞ്ജു അവരുടെ വയറ്റിലുള്ള കുഞ്ഞിൻ്റെ അച്ഛൻ ആരാന്ന് അറിഞ്ഞുകൂടിയെന്ന് ചോദിക്കുന്നു. ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് അവരെക്കുറിച്ച് പോലും ഞാൻ അന്വേഷിക്കണില്ല, പിന്നെയാണ് അവരുടെ കുഞ്ഞിൻ്റെ അച്ഛനെ അന്വേഷിക്കുന്നത്, ഉണ്ണിയേട്ടന് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിക്കുമ്പം ആൾറെഡി എനിക്കൊരു സംശയമുണ്ട്, കൺസ്ട്രക്ഷൻ കമ്പനിയുടെയും സൈറ്റിയുടെയും ഒക്കെ ആ ബാലചന്ദ്രൻ എന്ന് പറയുന്ന ആളുടെ കൂടെയല്ലേ അവർ കറങ്ങി നടന്നുകൊണ്ടിരുന്നത്, ഇനിയിപ്പോൾ ആ കുഞ്ഞ് അയാളുടെ എങ്ങാനും ആയിരിക്കുമെന്ന്. അത് കേട്ടതും മഞ്ജു ആണെങ്കിൽ ഇങ്ങനെ ആകെ ഷോക്കായതുപോലെ ആവുന്നുണ്ട്. കാരണം ഉണ്ണിയുടെ വായിൽ നിന്നും ഇതുപോലെയുള്ളൊരു സംസാരമൊന്നും മഞ്ജു ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിട്ട് മഞ്ജു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഉണ്ണിയേട്ടൻ പെണ്ണുങ്ങളെക്കാളും കഷ്ടമാണല്ലോ, ഇതുപോലെ സംസാരിക്കാൻ ഉണ്ണിയേട്ടനൊക്കെ ഒരു മടിയില്ലല്ലോ, ഉണ്ണിയേട്ടൻ എന്താ ഇങ്ങനെയായി പോയ, അമ്മയുടെയും കരുണേടത്തിയുടെയും ഉപദേശം കേട്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംസാരിക്കണേന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. ആ സമയത്ത് ഉണ്ണി ചോദിക്കുന്നുണ്ട് നീ എന്താടി ആലോചിക്കണേന്ന് ചോദിക്കുമ്പോൾ അല്ല ഞാൻ ഉണ്ണിയേട്ടൻ പറഞ്ഞതിനെക്കുറിച്ച് ആലോചിക്കുമായിരുന്നു, എന്തായാലും അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല ഉണ്ണിയേട്ടാന്ന്. അങ്ങനെ മഞ്ജു പറഞ്ഞതും ഉണ്ണിയാണെങ്കിൽ ഇനിയിപ്പോൾ ഒന്നും അറിയാനില്ല, ഞങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടുണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.